പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കൂ. അള്ളയെ കുറിച്ച് പഠിക്കണമല്ലോ, അള്ളാഹിനെ കുറിച്ച് അറിയണമല്ലോ. ഇനിയെങ്കിലും നമ്മൾ അല്ലാഹു പറയുന്നതനുസരിക്കാൻ തയ്യാറാകണമല്ലോ. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്നവരാകൂ. നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവരാകൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുകയാ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് കൽപ്പനകൾ ഖുർആനിൽ കാണാം, ഒരുപാട് കൽപ്പനകൾ ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ പറയുമ്പോൾ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളങ്ങളെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞ ഒരു കാര്യമെന്താ? പടച്ചവനെ, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം അല്ലാഹു പറയുകയാണ്. ആ അടയാളം പറയുമ്പോൾ അല്ലാഹു അതിനകത്ത് പറഞ്ഞ ഒരു അടയാളം എന്തെന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളം പറയുമ്പോ അല്ലാഹു പറഞ്ഞ ഒരു അടയാളം എന്തെന്നറിയുമോ? അവന്റെ കാര്യങ്ങൾ മുഴുവനും അവൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവരാ. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ ജീവിതത്തിൽ ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, പ്രയാസമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് കാര്യം വന്നാലും അവന് പറയുന്ന തവക്കൽതു അലല്ലാഹ്. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാ. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, فتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ അവൻ പറയും അല്ലാഹുവിലേക്ക് അവനെ പരമേൽപ്പിക്കുകയാണ്. എന്റെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആർക്കാ അങ്ങനെ ഒരു സ്വഭാവമുള്ളത്? ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങളും കടന്നു വരുമല്ലോ. ആ സമയത്ത് എനിക്കൊരു റബ്ബുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, എന്റെ യജമാനൻ അല്ലാഹുവാണല്ലോ, അതുകൊണ്ട് പടച്ചവൻ എന്റെ കാര്യങ്ങൾ നോക്കുമെന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആരാധനകള് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്. ആ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അല്ലാഹു പറഞ്ഞു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ? പഠിക്കണം സഹോദരാ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണം. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, പറയുന്നവന് പോലും അറിയില്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാ തവക്കൽതു അലല്ലാഹ്. ചില ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. സത്യത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ്. എന്റെ പൊന്നാര ചങ്ങാതി, അതിന്റെ പ്രതിഫലമാ പറയാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും ഈ പറഞ്ഞതല്ലാതെ തവക്കൽതു അലല്ലാഹ് എന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞവരൊന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ദിവസം ഇപ്പൊ പറഞ്ഞപ്പോഴല്ല, ഈ വയലിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കടോ. അതാ ഞാൻ പറഞ്ഞത്, അത് നിസാര ഒരു കാര്യമല്ല. അത് പറയണം. അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ചില കാര്യങ്ങൾ പറയാൻ. ഇൻഷാ അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ഇത് അല്ലാഹ് പറഞ്ഞു, നീ പറയണോന്ന്. ഇൻഷാ അല്ലാഹ് എന്ന് പറയണോന്ന് അല്ലാഹ് പറഞ്ഞേ. നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് പറയുന്നവന് 7 പ്രതിഫലം. എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? 7 പ്രതിഫലം. പറയാതെ ഇരുന്നാൽ 7 നഷ്ടം. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആനിൽ അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു പറയും? തവക്കൽതു അലല്ലാഹ് എന്ന് പറയും. അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. ഒരാള് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കുമെങ്ങളെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ആരോടാണ്? അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മൾ പരമേൽപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ, അള്ളാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. ഞാനിത് പറഞ്ഞത് വേറെ ഒരർത്ഥത്തിൽ നിങ്ങൾ കാണരുത്. നമ്മളിൽ പലരും പറയുന്ന ഒരു വാചകമാണ്, നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. പടച്ചവനെ, എനിക്ക് കടയുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. എനിക്ക് അൽഹംദുലില്ലാഹ് കടയുണ്ട്, ഞാൻ ജീവിക്കും. നമ്മളിൽ പലരും പറയാറുണ്ട്, എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, അതുകൊണ്ട് ഇനി മരിക്കുന്ന കാലം വരെ പേടിക്കണ്ട. യഥാ ചിലര് മക്കളെ കാണിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് 2 ആമക്കളാണല്ലോ, ഇവന്മാര് മരിക്കുന്ന കാലം വരെ എനിക്ക് തിന്നാൻ തരും എന്നെ നോക്കുമെന്ന്. ഇങ്ങനെ അല്ലാഹുവല്ലാത്തവരിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുന്നവരുണ്ടോ? എങ്കിലും നിങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്താണെന്നറിയാതെട്ടാ. നമ്മൾ പലരും പറയാറുണ്ട്, എനിക്കെന്താ അൽഹംദുലില്ലാഹ് ഒരു കടയുണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ, മരിക്കണ കാലം വരെ റാഹത്തായിട്ട് ഞാൻ അതിലങ്ങ് പൊക്കോളാം. നീ തവക്കലേൽപ്പിച്ചത് ആ കടയില. നീ പറയുന്നത് എനിക്ക് മക്കളുണ്ടല്ലോ, ആ മക്കൾ എന്നെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ, ആ ജോലി കൊണ്ട് മരിക്കണ കാലം വരെ ഞാൻ കരിഞ്ഞു പോകും. അല്ലാഹുവിലല്ലാതെ മറ്റൊരാൾക്കിലേക്ക് തവക്കലേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ തവക്കലേൽപ്പിച്ചാൽ നീ മക്കളിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിന്റെ മക്കളിലാണ് നീ തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. നീ കടയിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ കട കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. അല്ലാഹുവിലേക്കാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത്. ഖുർആൻ തന്നെ നമ്മളോട് അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിസ്സാര ഒരു കാര്യമല്ല. അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് പറയുകയാ. എന്നിട്ട് അല്ലാഹു പ്രവാചകന്മാരോടും പറയുകയാണ്. അതാ ഖുർആൻ പറയുന്നു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ,
അത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഈ സദസ്സിലിരുന്നവർ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവര് കൈവക്കാൻ പറയുന്നു. നമ്മളിൽ പലരും കൈവക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അമ്മ ഇഷ്ടപ്പെട്ടവർക്കേ അത് പറയാൻ കഴിയൂ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറയാൻ കഴിയൂ. സഹോദരാ, ആരാ നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ ജബ്ബാർ, ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സഹോദരാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാ പിന്നെ നിനക്ക് എന്തേ വേണ്ടത്? അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തന്റെ മലക്കുകളെ വിളിച്ച് പറയുകയാ, മലക്കുകളെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണേ. ജിബ്രീലിനോട് വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു, അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും വിളിച്ചു പറയുകയാണ്, അല്ലാഹു അവന്റെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണേ എന്നവിടെന്ന് വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയില്ല. അത് എന്തുമാകട്ടെ, വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ, കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ, വീട് വെക്കുമ്പോഴാകട്ടെ, മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരണ്ട ഒരു ദിക്റാ, നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരണ്ട ഒരു ദിക്റാണ്. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ പറയുന്നവര് അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട അവൻ ആരാണെന്നറിയോ? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലം യുഅദ്ദിബഹു അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു അവന് നരകത്തിലിടാനോ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല, അവന് പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, അത് പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? അവൻ അല്ലാഹു മതിയാകുമപ്പോ, അവൻ അല്ലാഹു മതിയാവുകയാണ്. പടച്ചറപ്പുണ്ടല്ലോ, എന്റെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, അവൻ അല്ല മതി. എല്ലാ വിഷയത്തിലും ഏത് കാര്യത്തിലും അവന് പടച്ചറപ്പുണ്ടല്ലോ. അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്, അള്ളയുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ്. ഒരു വലിയ കിണറെടുത്തിട്ട്, ഒരു വലിയ കുടിയെടുത്തിട്ട് ആ കുടിക്കകത്ത് വിറകുകൾ ശേഖരിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും നേർച്ച ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാകും, ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. അടുത്തേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയുന്നില്ല. അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവയുണ്ടല്ലോ, അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാ. ഇബ്രാഹിം നബി അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും വില്ലും തയ്യാറാക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് എഴുതിവിടാൻ തയ്യാറാക്കി നിർത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, മൂസാ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നബിയേ, ഒന്നനുവാദം തന്നുകഴിഞ്ഞാൽ, ഒന്നനുവാദം തന്നുകഴിഞ്ഞാൽ ഈ കാണുന്ന ഭയാനകമായ തീക്കുണ്ടാരം ഞാൻ അണച്ചുകളയാ. അങ്ങയെ രക്ഷപ്പെടുത്താനടിയോ, അങ്ങയെ രക്ഷപ്പെടുത്താനടിയോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ സഹായിക്കും. ആ പടച്ച റബ്ബിനെ കൈവിടൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ്, പടച്ചവനെ, നമ്രൂദെന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആഴ്ചകൾ കടിഞ്ഞപ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ. ഇത് സിനിമാ കഥയല്ല ചെറുപ്പക്കാരാ. കുല്യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭയാനകമായ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന ചരിത്രം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരോ, അല്ല മതി സഹോദരാ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സാമ്പത്തികമായി നഷ്ടം വന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നവരാ. എന്നാ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പിതാക്കന്മാർ പടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ അവര് കള്ളശാപ്പില് പോകുന്നവരല്ല, കടത്തുണ്ടെങ്കിൽ പോയിരിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവര് പടച്ച റബ്ബിനോട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അവര് പരിഹാരം കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ല മതിയാവുകയാണ്, അല്ല മതിയാവുകയാണ്. അവനൊരു കാര്യമറിയാ, ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന്. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ച റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻഗാമികളെ പരിഹാരം കണ്ടെത്തുന്നവരാ. അതാ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്
എനിക്ക് അല്ല മതി, എനിക്ക് അല്ല മതി. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. നിങ്ങളെ ഈ ദിക്ർ പഠിച്ചു വെക്ക്. നിങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ചെറുപ്പക്കാരോട് പറയുക, മക്കളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ജീവിതം മതിയായെന്ന് തോന്നുമ്പോ, ചാകണമെന്ന് തോന്നുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് അതാ നിനക്ക് പറയാൻ കഴിയുമോ, ഹസ്ബുനല്ലാഹ് പറയാൻ കഴിഞ്ഞ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാ, മനസ്സിന് വല്ലാത്തൊരു സമാധാനമാ. അതുകൊണ്ട് പടച്ചവനെ നമുക്ക് അല്ലാഹു മതിയാവുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ പോകുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എവിടെയും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. അതാ വരുന്നവനും പോകുന്നവനും കല്ല് പറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഉസ്താദേ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാണ്. സഹോദരാ, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്. പലരും പറയുന്ന ഉസ്താദേ ഓരോ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എൻആർസി നടപ്പാക്കാൻ പോവുകയാണ്. 400 സീറ്റ് കിട്ടുമായില്ല. അധികാരം മുഴുവനും അവരുടെ കൈ കീഴിലേക്ക് പോകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവില് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോ ഈ മുസ്ലിമേ ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്തിനാ സഹോദരാ ഉമ്മത്തിന് ഭയമാണ്? അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല, അല്ലാഹനെ ഒരാൾക്കും പേടിയില്ല. ഭയമൊക്കെ വേറെ ആൾക്കാരെയാണ്. ഭരണമൊക്കെ അതാ നേതാക്കന്മാരെയാണ്. ഭരണാധികാരികളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ ആരാണെന്നറിയുമോ? നമ്മൾ ആരാണെന്നറിയുമോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരാ? ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തിരിക്കുകയാ. നമ്മളാരാ? നമ്മൾ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്നല്ല തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. സിറാജ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമായപ്പോ അല്ലാഹുവേ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ സിറാജ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ പത്തനാപുരംകാരനാണ്. ആ പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയല്ലോ. ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് ഇവിടെ വന്നിട്ട് വഴുതു പറയാൻ വന്നൊന്നുമല്ല. എനിക്ക് ഈ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, അത് കഴിക്കാനാ ഞാൻ വന്നത്. എടോ, ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ല എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിന്നോ? നിങ്ങൾ ആരെങ്കിലും തിന്നോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും തിന്നോ? തിന്നൂല്ല. അവനുള്ളത് അവൻ അല്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അല്ല എല്ലാം എഴുതി വെച്ചിരിക്ക. പിന്നെ നമ്മൾ എന്തിനാ ജനിച്ചപ്പോ തന്നെ ബാങ്ക് വിളിച്ചെന്തിനാ? ഇഖാമത്ത് കൊടുത്തത് എന്തിനാ? നീ മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാ സമയമില്ല. പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാനുള്ളതാണ്. അതുപോലും വിളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മളൊരു അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ആ അള്ളയാണ് എല്ലാവരും
എല്ലാവരെയും പടച്ചത്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാ. കാരണം മക്കയിൽ വല്ലാത്ത പീഡനമാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനമാണ്. അതുകൊണ്ട് അനുയായികളെ മുഴുവനും ആദ്യം തന്നെ നബി തങ്ങളെ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവസാനം നേതാവാണ് പോകുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അല്ലാതെ നമ്മളെ പോലെ മുമ്പന്തിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അടി വരുമ്പോ ജീവനം കൊണ്ടോടുകയല്ല. ആദ്യം പോകുന്നത് മതാ നേതാവാണ്, പിന്നെയാണ് അണികളാണ്. എങ്കിലും നബി തങ്ങളെ നേരെ തിരിച്ചാണ്. ആദ്യം അണികളെ മുഴുവനും മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. മുഹമ്മദ് നാട് വിടാ പോവുകയാ, മുഹമ്മദ് നാട് വിടാ പോവുകയാ. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, ഇനി ഒരിക്കലും അവസരമില്ല, ഇനി ഒരിക്കലും ചാൻസ് ഇല്ല. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ആയുധ പരിശീലനം നടത്തിയിട്ടുള്ള യോദ്ധാക്കളെ തെരഞ്ഞെടുക്കുകയാ. അങ്ങനെ എല്ലാവരും കടന്നു വന്നു. അവരോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ, മുഹമ്മദിനെ കൊല്ലുന്നവന് സമ്മാനമുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. ഇറങ്ങുമ്പോ നബി തങ്ങളെ വെട്ടിക്കൊല്ലാ വാള് മുടി പിടിച്ചിട്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞ് കാത്തിരിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയേ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ യാസീനിൽ ഓതുന്ന ആയത്താ. നമ്മൾ യാസീനില് ഇന്ന് വരെ ഓതുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് പൊതിയിട്ട് ആ മണ്ണിലേക്ക് പൂതണേ നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അലിയാർ തങ്ങൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കുമോ അലിയേ? അലിയാർ തങ്ങളെ തയ്യാറായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ആയത്തോതിയിട്ട് ആ മണ്ണിലേക്ക് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് ആ മണ്ണ് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീട് വളഞ്ഞിരുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. രക്ഷപ്പെട്ടില്ലേ സഹോദരാ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചിട്ടല്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ല, AK-47 പിടിച്ചിട്ടല്ല. ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലും വല്ലാത്ത പവറാ.
ആ ഒരു പിടി മണ്ണിന് പോലും വല്ലാത്ത പവറുണ്ടെന്ന് മനസ്സിലാക്കൂ. നബി തങ്ങൾ അവിടെ നിറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവരാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ പ്രവാചകന്റെ കൂടെ പോവുകയാണ്. അവസാനം രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടിയുണർന്നു. പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ, ശത്രുക്കൾ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ. അവരെങ്ങാണമൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോര് ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ, നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, എന്തേ നബിയേ ചിരിക്കുന്നത്, എന്തേ നബിയേ ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാ അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഹദീസാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി, അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമത് ഒരാൾ നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ. ആരാണെന്നറിയുവോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അബൂബക്കറെ, നമ്മളെയും പടച്ചതല്ലയാ, ഈ മുകളിൽ നിൽക്കുന്നവനെയും പടച്ചതല്ലയാ. ആ അല്ല നമ്മുടെ കൂടെയില്ലേ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല പറഞ്ഞ മറുപടിയാടോ, നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മറുപടിയാ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ അല്ല ഉണ്ടോ, ഇപ്പോഴും പടച്ചവനുണ്ടല്ലോ. ആ അല്ലാഹുവിനല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വലിപ്പം കണ്ട് ഭയപ്പെടണ്ട, വലിപ്പം കണ്ട് പേടിക്കണ്ട, ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടണ്ട. സാധേ അധികാരം മുഴുവനും അവരുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേടിക്കണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മഗ്രിബിന് പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. പേടിയുണ്ടാകുമ്പോ പോയിട്ട് ഒന്ന് ഓതി നോക്കണേ സഹോദരാ. ശത്രുക്കളുടെ വലിപ്പം കാണുമ്പോ, അധികാരത്തിന്റെ വലിപ്പം കാണുമ്പോ, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കാണുമ്പോ പേടിച്ചു പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ഒന്ന് ഓതി നോക്ക് സഹോദരാ, ഒന്ന് ഓതി നോക്ക് പെങ്ങള്. എന്താണ് അല്ല പറയുന്നതെന്നറിയോ? എന്താണ് അല്ല പറയുന്നതെന്നറിയുമോ? അബ്രഹത്തെന്ന് പറയുന്ന ഒരു ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആനയെന്ന് പറയുന്ന ജീവിയുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ. അതുകൊണ്ട് വലിയ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്ത് അല്ലാഹു എന്ത് ചെയ്തെന്നറിയുമോ?
കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. സഹോദരാ, പശുവ് പുല്ല് തിന്നിട്ട് ബാലൻസ് വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെ കഥ എഴുതി വച്ചിരിക്കുന്നതല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാരോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അള്ളാഹു മതിയാവുകയാണ്, അവൻ അള്ളാഹു മതിയാവുകയാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്? അല്ല മതി പെങ്ങള്, അല്ല മതി ചെറുപ്പക്കാരാ, അല്ല മതിയടാ പൊന്നുമോര്. ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലയുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് പലർക്കും പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇന്നല്ലാഹ ബാലിഹു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അള്ളയവന് മതിയാവുകയാണ്, അല്ല മതിയാവുകയാണ്, അല്ലാഹു നമുക്ക് മതിയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവർക്ക് ഉപജീവനം കൊടുക്കുകയാ. അല്ല തന്നെ തരുമടോ, കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാണ്. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ വിധങ്ങൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, ഒടിഞ്ഞ വയറുമായിട്ട് അതാ രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറവകളുണ്ടല്ലോ, അതാ അടിച്ചു വരുന്ന തിരമാലകളുടെ നടുവിലൂടെ ആ പറവകൾ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. എവിടേക്കാണ്? അവരുടെ റിസ്ക് തേടിയിട്ട്, അവരുടെ ഭക്ഷണം തേടിയിട്ട്, അവസാനം വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് അതാ തന്റെ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് ആ പറവകൾ തിരിച്ചു വരുന്നല്ലോ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അള്ളയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് തവക്കൽതു അലല്ലാഹ് എന്ന് പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഉപജീവനം കൊടുക്കുകയാ. ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല, ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. പക്ഷേ അല്ല ആരാണെന്ന് പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം തന്റെ കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ആൾക്കാര് കടന്നു വരുന്നത്. തങ്ങളെ, ഞങ്ങൾ ഈ വർഷം ഹജ്ജിന് പോവുകയാ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണം, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനായ ഹാത്തിമുൽ അസം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പറയാം, അള്ളാഹു നിങ്ങളുടെ യാത്ര ഹൈറിലാക്കട്ടെ, പറഞ്ഞു വിട്ടു. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയും മക്കളും ഇരിക്കുമ്പോൾ പറഞ്ഞു, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ പറയാ, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് വരെ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ. ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത്? ആരാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ഭാര്യയും തടസ്സം നിന്നു. ആ സമയത്ത് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകള്, ആ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, വാപ്പാ
വാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ, ഭക്ഷണം തരുന്നത് വാപ്പയല്ല അള്ളയാ. ആ ചെറിയ മകളി എഴുന്നേറ്റ് നിന്നിട്ട് മറ്റുള്ള കൂടപ്പുറപ്പുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ, നിങ്ങളെന്താ അള്ളയല്ലേ ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ. അള്ളാഹുവല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ തരുന്നേ. നിങ്ങൾ എന്താ പറയണ, വാപ്പ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ. ആരാ പറയണേ? ഏറ്റവും ചെറിയ മോള്. ഈ കുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് പറയാൻ മറുപടിയില്ല, അള്ളയല്ലേ ഭക്ഷണം തരിക. അങ്ങനെ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ വർഷം ഹജ്ജിന് പോയി. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഹജ്ജിന് യാത്ര പറഞ്ഞു പോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയായി. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി ആ കുടുംബം വല്ലാത്ത പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ കുട്ടി വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ മറ്റുള്ള കൂടപ്പുറപ്പുകൾ പറഞ്ഞു, നീയല്ലേ പറഞ്ഞ അല്ല തരുമെന്ന്, അല്ലാടെ നിന്ന് മേടിച്ചോളാൻ. നീയല്ലേ പറഞ്ഞത് ഭക്ഷണം തരുന്ന അള്ളയാണെന്ന്, അല്ലാടെ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കൂടപ്പുറപ്പുകൾ മുഴുവനും ഈ ചെറിയ മകളെ ഒറ്റപ്പെടുത്തി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോയിരുന്നു. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് ആ പൊന്നുമോള് 2 കൈയും ഉയർത്തിയിട്ട് വിളിക്കുന്നു, യാ മൗലാ, യാ സയ്യിദി, യാ മൗലാ. അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, പടച്ചോനെ, നീയാണ് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു തമ്പുരാനെ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വീടിൻ്റെ വാതിലിൽ ഒരാൾ വന്നു കിടന്ന് അടിച്ചു വിളിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതും തരുമോ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ, യാചിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ കുടിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടുകൂടെ വെപ്രാളത്തോടുകൂടി വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മഹദി അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങള് നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങൾ യാചിച്ചടക്കുന്ന ഒരാളെന്നുമല്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. എന്തു പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എവിടെ ഉള്ളതാ? അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ രാജാവാണ്. എൻ്റെ അനുയായികളുടെ കൂടെ എൻ്റെ സൈന്യത്തോടൊപ്പം ഞാൻ വനാന്തരത്തിലേക്ക് വേട്ടയ്ക്ക് പോയതാ. വഴിതെറ്റിപ്പോയി, അവരൊക്കെ എന്നെ തെരഞ്ഞു നടക്കുകയാ. ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സ്വർണ്ണ നാണയങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ സൈന്യം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാ എന്ന് ആ രാജാവ് പറയുമ്പോൾ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എൻ്റെ പാവപ്പെട്ട മകള് വിശന്നിട്ട് ഈ വീടിനകത്ത് കിടന്ന് കരഞ്ഞു. ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരി തിന്നാനില്ലാതെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് അത്ഭുതമാ പടച്ചവനെ. ഈ പെണ്ണിങ്ങനെ പറയുമ്പോൾ ആ രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇത് ഹാത്തിമുൽ അസം തങ്ങളുടെ വീടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് പെട്ടെന്ന് സൈന്യം ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു. എല്ലാവരും ഓടി വന്നു. ആ മനുഷ്യൻ, ആ രാജാവ് തൻ്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ വീടിൻ്റെ മുറ്റത്ത് വെച്ചു. എന്നിട്ട് കൂടെ വന്നവരോട് മുഴുവനും പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും ഈ വീട്ടുകാരെ സഹായിക്കാൻ. അങ്ങനെ വീടിൻ്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അപ്പോഴും ആ കുട്ടിയിരുന്ന് കരയുകയാ. അപ്പോഴും ഹാത്തിമുൽ അസം തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, ഇനി എന്തിനാ നീ കരയുന്നത്? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ. ഇനി മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ മഹാനിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണത്തിനുള്ള സമ്പാദ്യം റബ്ബാ നിങ്ങൾ എനിക്ക് തന്നല്ലോ. അല്ലാഹുവിന്റെ ഒരടിമ വിചാരിച്ചപ്പോ ഇനി മരിക്കുന്ന കാലം വരെ എൻ്റെ വീട്ടിൽ പട്ടിണിയില്ല. എന്നാൽ യജമാനനായ അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അല്ല എങ്ങാണം എൻ്റെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. പ്രിയപ്പെട്ട സഹോദരാ,
എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് മനുഷ്യർക്കില്ലാതെ പോയ ഒരു വിശ്വാസമാണ്. എല്ലാവരും പരക്കം പാച്ചിലാണ്, രാവും പകലും നടന്ന് അധ്വാനിക്കുകയാണ്. ഹലാലില്ല ഹറാമാണ്, ഹറാമാണോ ഹലാലാണോ എന്നാരും നോക്കാറില്ല. എല്ലാവർക്കും പണം വേണമല്ലോ, വാരി കൂട്ടാനുള്ള പരക്കം പാച്ചിലാണ്. അത് പടച്ചവനെ പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, ഏത് വഴിഞ്ഞു വളഞ്ഞ വഴിയിലൂടെയാകട്ടെ, എല്ലാവരും സമ്പത്തിന്റെ പുറകെ കിടന്ന് പരക്കം പായുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ ഭീഷണിപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കാലമാണ്. പഠിക്കടാ പഠിക്കടാ പഠിക്കടാ. ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങള് മക്കളെ കൊല്ലല്ലേ ഉമ്മമാര്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പിഞ്ചു മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്നറിയോ? പിഞ്ചു മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണേ, നല്ല മാർക്ക് വാങ്ങണേ, ഉന്നത വിജയം നേടണേ. എടാ, എങ്കിലേ നിനക്ക് ഭാവിയുണ്ടാകൂ. നല്ല ജോലി വേണം, നല്ല സാലറി വേണം, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. എന്നിട്ട് അവസാനം ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലാഹുവേ, പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അതുകൊണ്ടാണ് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. എന്തിനാ? പെട്ടെന്ന് പണമുണ്ടാകാറ്, പെട്ടെന്ന് പണക്കാരനാകാറ്. അതാ വിദ്യാഭ്യാസമില്ലാത്തവരല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കുന്നത്, വേശ്യാലയങ്ങൾ നടത്തുന്നത്. പടച്ചവനെ, എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്നത്. എന്തിനാ സഹോദര? പണത്തിന് വേണ്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, നിങ്ങൾ പടച്ചറപ്പിലേക്ക് പരമേൽപ്പിക്കൂ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നിന്റെ കുടുംബത്തിൽ ഒരിക്കലും പട്ടിണി തരൂല. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ, കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. അതുകൊണ്ട് ഈ വഅദ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്, രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തിനാ സഹോദരാ നീ കഷ്ടപ്പെടുന്നത്? നിനക്കും നിന്റെ കുടുംബത്തിനും കടിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയല്ലേ? നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണമല്ലേ വേണ്ടത്? അല്ല പറയുകയാ, ഞാൻ തരാ. അല്ല പറയുകയാ, ഞാൻ തരാ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കടോ, നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കടോ. അല്ലാഹുവേ, ഹറാബ് വേണ്ട, ഹലാലായ മാർഗത്തിൽ തന്നെ കച്ചവടം നടത്തു. എത്രയോ നല്ല കച്ചവടമുണ്ട്. എന്തിനാ കള്ളത്തരം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താൻ പാടില്ല. കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താൻ പാടില്ല. എന്തിനാ കള്ളത്തരങ്ങള്? ലാഭമെടുക്ക സഹോദരാ, നല്ലത് കൊടുത്തിട്ട് നീ പൈസ വാങ്ങിക്കോ, വേണ്ട എന്ന് പറയുന്നില്ല. പറ്റിക്കരുത്, വഞ്ചിക്കരുത്, കളിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിനക്ക് ചെറിയ കടയാണെങ്കിലും അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച നിനക്ക് വേണ്ടത് അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ വല്ലാത്ത പ്രതിസന്ധിയുടെ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ സഹോദരാ? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമല്ലോ. ഇതിനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എങ്കിൽ അല്ലാഹു പറയുകയാണ്, അല്ല പറയുകയാ, ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ഞാൻ തരാ മനുഷ്യ, ഞാൻ തരാ മനുഷ്യ. നിങ്ങൾക്ക് കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, മരിക്കുന്ന കാലം വരെ നിനക്ക് കടിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് അല്ല പറയുകയാ.
തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം, നിന്റെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിരിവിന് പോണോ, യാചിക്കാൻ പോണോ, ഒന്നും വേണ്ട. അള്ളാഹു തരും നിനക്ക് റിസ്ക്, അള്ളാഹു തരും നിനക്ക് ഭക്ഷണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. മരിക്കുന്ന കാലം വരെ ഹറാമൊന്നും വേണ്ട, ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. ചിലർ പറയുന്നത് ഞാൻ പിരിവെടുത്തോളാന്ന്. അത് നിന്റെ ഇഷ്ടം. മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം വേണോ വേണ്ടേ? ഉറക്കപ്പറ. വേണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈസയുടെ ചെലവുണ്ടോ? പൈസ കൊടുക്കണോ? ആരും 5 നയ്യാ പൈസ കൊടുക്കണ്ട. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, മരിക്കുന്ന ദിവസം വരെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ബോറടിച്ചു തുടങ്ങിയ ആദ്യം കുറച്ച് പഠിക്കാം, പിന്നെ വീടിയും ബഹളമൊക്കെ അവസാനം ഞാൻ വഴുതു പറയാം. ഇപ്പൊ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കുക. ആദ്യം ഇൽമു പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെപ്പാ, എന്തിനാ നിൽക്കണത്? സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വഴുതിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് മക്കളെല്ലാം കൂടെ ചാടി കയറിയിട്ട് പറഞ്ഞ് ഞാനും വരുന്നെന്ന്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് കാല് 2 നീരായിരിക്കുക. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നു, അതുകൊണ്ട് കാല് വയ്യ. ഇൻഷാ അല്ലാഹ് ഇരുന്നോട്ട് പറഞ്ഞ് ഞാൻ വെറുതെ തരത്തില്ല. ഓസിന് കിട്ടുവോ? മരിക്കുന്ന കാലം വരെ അള്ളാഹു പറയുന്നു, ഞാൻ ഭക്ഷണം തരാം, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ അനുസരിക്കണം. എത്ര കാര്യം? ഉറക്കെ പറ. ഒരേ ഒരു കാര്യം നീ അനുസരിച്ച മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി വരൂല. അംബാനിയുടെ വീട്ടിൽ വന്നാലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനിയുടെ വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ തിന്നാനുണ്ടാവും മരിക്കുന്ന കാലം വരെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷെ എന്ത് ചെയ്താൽ മതി? ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകണം. നിങ്ങൾ വിചാരിക്കും സിറാജ് പിരിക്കാൻ തുടങ്ങുവാന്ന്. അല്ല, പിരിവൊന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കെ പറഞ്ഞോ. സിറാജ് ഖുർആനാ പറയുന്നത്, വേറെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഈ ഖുർആനിലെ ഈ ആയത്ത് നോക്കാം. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹു പറയുകയാ, 5 നേരം അള്ളാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എന്ത് ചെയ്താൽ മതി? 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ആര് ഭക്ഷണം തരും? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ആര് ഭക്ഷണം തരും? ഖുർആനി വിശ്വാസമുണ്ടോ? സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൻ്റെ 132-ാമത്തെ ആയത്ത്, ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. അള്ളയാ ഇത് പറഞ്ഞേ. അല്ല പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക. അല്ല പറയുന്നു 5 നേരം. ഉസ്താദേ, എന്തുണ്ട്? നിങ്ങൾ വളരെ വിളിക്കാൻ വന്നപ്പോൾ കണ്ടതാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പം നിസ്കരിച്ച എന്ത് കിട്ടും? പറ ചങ്ങാതി, എന്ത് കിട്ടും? 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല എങ്ങനെ പറ്റിക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? A+ വേണോ? റാങ്ക് വേണോ? വേണ്ട. അള്ളാഹു പറയുന്ന ഞാൻ തരാം. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന ആരാ? നിങ്ങൾക്ക് എന്തോ ഒരു അസൂയ ഉള്ളതുപോലെ. എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആരാ? ഉസ്താദന്മാര് പറയുന്നത് വേണ്ടാന്നാ അല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ, ഉസ്താദന്മാരാ. എന്തുകൊണ്ട്? 5 വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിലുണ്ടവര്. അതുകൊണ്ട് തന്നെ, വേറൊന്നും കൊണ്ടല്ല. അള്ളാഹു അവരെ ഞങ്ങളുടെ റിസ്ക് അല്ലാഹ് ഏറ്റെടുത്തിരിക്കല്ലേ.
ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഭാര്യ തന്നെ ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പം ഇവിടെ വരെ വന്നു. ഇന്നലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം സമയമാകുമ്പോൾ അള്ള തരും. എവിടെങ്കിലും കയറും, അള്ള എനിക്ക് തിന്നാനുള്ള ഭക്ഷണം അള്ള തരുന്നുണ്ട്, പട്ടിണിയാക്കുന്നില്ല. ഏറ്റവും നല്ല ഭക്ഷണം തിന്നാൻ വയ്യാത്ത പാടേ ഉള്ളൂ. ഇതാണ് അള്ളാഹ്. നിസ്കരിക്കുന്ന കാലത്തോളം റിസ്ക് റബ്ബ് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ എന്തിനും അപ്പം ചോദിക്കും, ഉസ്താദ് ജോലിക്കൊന്നും പോകണ്ടേ, എൻ്റെ കുടുംബത്തെ ആര് നോക്കും? ഇതൊക്കെ വലിയ ചോദ്യം. അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ആര് ഭക്ഷണം കൊടുക്കും? വല്ലാത്ത ചോദ്യം. നീ മരിച്ചുപോയാൽ ആര് കൊടുക്കും? നീ മരിച്ചുപോയാൽ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കാരും അള്ള കൊടുക്കും. അതുകൊണ്ട് സഹോദര, നിസ്കരിച്ചാൽ നമ്മുടെ വീട് സേഫായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റിസ്ക് പടച്ചവൻ തരും. നിസ്കരിക്കണം 5 നേരം. റമളാൻ തുടങ്ങിയപ്പോൾ പടച്ചവനെ സുബഹി ബാങ്ക് 29 ദിവസം കേട്ടവരാ നമ്മൾ. എത്ര ദിവസം? അസ്സലാത്തു ഖൈറും മിനൻ നൗം. എത്ര ദിവസം കേട്ട്? 29 ദിവസം. അൽഹംദുലില്ലാഹ്, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു. ആമിന, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ നീ വിളിക്കണം കേട്ടോ, പറഞ്ഞേൽപ്പിച്ചു. സുബഹിക്ക് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഫർള് നിസ്കരിക്കാൻ പോലും പള്ളി കയറാത്തവൻ ഫർളും സുന്നത്തും തറാവീഹും തസ്ബീഹും തഹജ്ജുദും എല്ലാം നിസ്കരിച്ചു. എന്തൊരാഘോഷമായിരുന്നു റബ്ബേ! 29 ദിവസം ഇബാദത്തുകൾ കൊണ്ട് നമ്മളെല്ലാവരും അലങ്കരിച്ചു. പക്ഷേ പെരുന്നാൾ വന്നു, സർവ്വതും പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ നിസ്കാരമുണ്ടോ? എവിടെ? ഇന്ന് 5 വഖത്ത് ഫർളെങ്കിലും നിസ്കരിച്ചോ? ഇവിടെ നമ്മുടെ അവസ്ഥ ഇതാ. ഞാനും ഭാര്യയും കൂടെ ഈ പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം കുട്ടികൾ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ തിരുവനന്തപുരത്ത് വരെ പോയതാ ലുലു മാളിൽ കയറാൻ. അവിടെ ചെന്നപ്പോൾ തിരക്ക് കണ്ടപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വരുന്ന വഴിയിൽ റോഡിൽ വലിയ ബ്ലോക്ക്. അപ്പം നോക്കുമ്പോൾ തലേ തുണിയിട്ട പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് പേര് പോകുന്നത്, എന്താന്ന് വലുതല്ലോ ഉണ്ടോയെന്ന്. ഞാൻ അവളോട് പറഞ്ഞു, 3 സിനിമ തിയേറ്ററുണ്ട്, പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന നിരക്കാ. സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങാ. അപ്പോഴും കാണുന്നുണ്ട് സന്തോഷം. ഉസ്താദ് എന്ന് പറഞ്ഞ് പതുങ്ങുന്നുണ്ട് പലരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മാസക്കാലം നോമ്പ് പിടിച്ചിരുന്നിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം പോയിരിക്കുക ആടുജീവിതം കാണാമെന്ന് ആലോചിക്കേ. ഉമ്മത്തിൻ്റെ അവസ്ഥ. കാത്തിരിക്കുക. സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് എൻ്റെ പൊന്നാര താത്ത ആ ഫർദൊന്ന് അഴിച്ചിട്ടിട്ട് പോ. ഞാൻ പറയുന്നത് കാണുന്നതും കാണാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. അതിനെന്തിനാ ഈ കോലം? എന്തിനാ? അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹ് പറയുകയാ, എന്നെ നീ പരമേൽപ്പിച്ചാൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിനക്ക് തരും റിസ്ക്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്നേതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് തന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചാൽ അല്ലാഹ് അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, അവന്റെ ഉപജീവനം അല്ലാഹു കൊടുക്കുകയാണ്, അവന്റെ റിസ്ക് അല്ലാഹു കൊടുക്കുകയാണ്. പെങ്ങളെ, ഈ ബോധമാണ് നിനക്ക് വേണ്ടത്, ഈ ബോധമാണ് നിനക്ക് വേണ്ടത്. 4 തവക്കൽതു അലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹ് കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ മനസ്സിന് അല്ലാഹു വല്ലാത്ത ഒരു ധൈര്യം കൊടുക്കുകയാണ്. അല്ലാഹു വല്ലാത്ത ഒരു ധൈര്യം കൊടുക്കുകയാണ്. പടച്ച റബ്ബിന്റെ സഹായം അവരെ തേടി വരികയാണ്. അല്ലാഹുവിന്റെ സഹായം വരുമടോ, അല്ലാഹുവിന്റെ സഹായം വരുമടോ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. തോറ്റുപോയാൽ പടച്ചവനെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ നിനക്ക് മാർക്ക് കുറവായി പോയി, അവിടെ നിന്ന് പറയണം അൽഹംദുലില്ലാഹ്, ഇനിയും പരീക്ഷയുണ്ടല്ലോ, പടച്ചവനെ എഴുതി വിജയിക്കും.
വിജയിക്ക, അല്ലാതെ നാണക്കേടാന്ന് പറഞ്ഞ് ചാകലല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, അപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്. ഒന്നു പോയാൽ അടുത്തത് റബ്ബ് തരുമല്ലോ. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പതറിപ്പോകരുത്, ധൈര്യമാണ് വേണ്ടത്. അല്ലാഹു സഹായിക്കുമെന്ന് പറയുന്ന വിശ്വാസമാണ് വേണ്ടത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. അതാ മലമൂത്ര വിസർജനം നടത്തണമല്ലോ, എല്ലാവരും യാത്ര നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കൂടെയുണ്ട്. അതാ ആദ്യം പെണ്ണുങ്ങൾ പോകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി. അവിടുന്ന് തന്റെ ആവശ്യമെല്ലാം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വരികയാണ്. തന്റെ വാഹന മുകളിലേക്ക് ആയിഷ ബീബി കയറുകയാണ്. ആയിഷ ബീബി വാഹനത്തിൽ കയറുന്നത് നബി തങ്ങൾ കണ്ടോ, സഹാബത്ത് കണ്ടോ, എല്ലാവരും കണ്ടു ആയിഷ ബീബി കയറുന്നത്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, ഇനി ആണുങ്ങൾ പോകാൻ. അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവര് മലമൂത്ര വിസർജനങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു മടങ്ങി വരികയാണ്. അപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ലെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടത്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാ. അവിടെ വെച്ചത് ഓർമ്മ വന്നടോ, അവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു ആരോടും പറയാതെ ഇറങ്ങി ഓടുകയാ. ആയിഷ ബീബി പോയത് ഒരാളും കണ്ടില്ല. അവസാനം ആണുങ്ങൾ മുഴുവനും തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും അവിടെ നിന്ന് യാത്ര തുടരുകയാ. കാരണം ആയിഷ ബീബി അതിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടവരാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, കൂടെ വന്നവരെല്ലാവരും പോയിരിക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി അവിടെ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീബി അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് പടച്ചവരെ സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. വാഹനത്തിന്റെ മുകളിൽ സഫ്വാൻ തങ്ങൾ ഇങ്ങനെ വരികയാണ്. എന്തിനാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ പുറകിൽ വരുന്ന സ്വഹാബിയ. ആ സഫ്വാൻ തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ. ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അതാ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരായിരുന്നു കരയുന്നത്? ആരാ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ, റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയോ ചാടിയിറങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഇവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ ഉമ്മ, ഈ സഫ്വാൻ കയറ് പിടിച്ചു നടക്കാം. വാഹനത്തിന്റെ കയറ് പിടിച്ചിട്ട് ഞാൻ മുമ്പിൽ നടക്കാം. ആയിഷ ഉമ്മയോട് പറഞ്ഞു, വാഹനത്തിൽ കയറാൻ വേറെ ഒരു വഴിയില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. പടച്ചവനെ, യാത്ര തുടരുകയാണ്. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് നബി തങ്ങൾ അറിയുന്നത്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലായി. ആയിഷയെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. സ്വഹാബത്ത്
മുഴുവനും ചർച്ചയാണ്. എന്തു പറ്റി ആയിഷയ്ക്ക്? ആയിഷാനെ കാണാതെ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ്. അങ്ങനെ എല്ലാവരും പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറു പിടിച്ചു നടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വദാ വാഹനപ്പുറത്തിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു, ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു. യാ റസൂലല്ലാഹ്, ഇതാണ് നടന്നത് നബിയേ, ഇതാണ് നടന്നത് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിതങ്ങളോട് പറയുകയാണ്. അങ്ങനെ സമാധാനമായി യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവനവിടെന്ന് പറയുകയാ, രണ്ടുപേരും ചെറുപ്പക്കാരാ,